ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ നോമ്പിൻ്റെ ഈ കാലയളവിൽ ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 42-ാം വാക്യം. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് ആരും അവളോട് അപഹരിക്കുകയുമില്ല. നമുക്കേവർക്കും വളരെ സുപരിചിതമായ വചനഭാഗമാണല്ലോ. ബെഥനി സഹോദരിമാരായ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ ഒരു അതിഥിയായി യേശു വന്നു ചേരുന്ന ഈ സന്ദർഭം. മൂത്ത സഹോദരിയായ മാർത്ത യേശുവിന് വിഭവസമൃദ്ധമായ വിരുന്നൊരുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറിയ മറ്റെല്ലാം മറന്ന് യേശുവിൻ്റെ കാൽക്കൽ ഇരുന്ന് വചനം ശ്രദ്ധയോടെ കേൾക്കുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഭക്ഷണം തയ്യാറാക്കുക വളരെ പ്രയാസമായി തോന്നിയ മാർത്ത മറിയയെക്കുറിച്ച് കർത്താവിനോട് പരാതി പറയുന്നു. അതിന് മറുപടിയായി കർത്താവ് മാർത്തയോട് പറയുന്നതാണ്: മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നത് എന്തിനാണ്? അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി എന്ന വചനം. ഇവിടെ ഇരുവരും യേശുവിനോടുള്ള സ്നേഹം വ്യത്യസ്തമായ രീതികളിലാണ് പ്രകടിപ്പിച്ചത്. എന്നാൽ യേശുവിനോടുള്ള അതിഥി സൽക്കാരം പ്രകടിപ്പിക്കേണ്ടത് അവന് സമയവും ശ്രദ്ധയും നൽകുന്നതിലൂടെയാണ് എന്ന തിരിച്ചറിവ് മറിയയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് കർത്താവ് പറയുന്നത്. നമ്മുടെ എല്ലാം അനുദിന ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ഇന്ന് നിരവധി ബദ്ധപ്പാടുകളും തിരക്കുകളും നിറഞ്ഞ ഒരു ജീവിതമാണല്ലോ നാം നയിക്കുന്നത്. നമ്മുടെ തിരക്കേറിയ ഈ ജീവിതത്തിൽ അല്പസമയം ദൈവസന്നിധിയിൽ ചിലവഴിക്കുവാൻ നാം സമയം കണ്ടെത്തുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം. ഈ വേദഭാഗത്ത് ഒന്ന് മതി എന്ന് കർത്താവ് പറയുന്നതിലൂടെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റെല്ലാ കാര്യങ്ങളെക്കാളും ദൈവത്തിന് വേണ്ടത്ര സമയം കൊടുക്കുവാൻ സാധ്യമാകണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവിനോടുള്ള ആന്തരിക ബന്ധമാണ്. അത് നിലനിർത്തുവാൻ അനുദിനമുള്ള പ്രാർത്ഥനയും നിരന്തരമായ പ്രാർത്ഥനാ മനോഭാവവും വളർത്തിയെടുക്കുവാൻ ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ സാധ്യമാകണം. മറിയ കർത്താവിൻ്റെ പാദപീഠത്തിങ്കിലിരുന്ന് അവൻ്റെ വചനം ഹൃദ്യസ്ഥമാക്കിയതുപോലെ നല്ല അംശം തിരഞ്ഞെടുക്കുവാനും ദൈവവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാനും പ്രത്യേകിച്ച് ഈ നോമ്പിൻ്റെ കാലയളവിൽ നമുക്ക് കഴിയണം. നോമ്പിൻ്റെ ഈ അവസരത്തിൽ നാം നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ തയ്യാറാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ നിങ്ങളോട് പ്രസ്താവിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നു എന്ന്. വചനം എന്നത് കേൾക്കുവാൻ മാത്രമല്ല, അത് ഹൃദയത്തിൽ സ്വീകരിക്കുവാനും അതിൻ പ്രകാരം നമ്മുടെയൊക്കെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ നമുക്കെല്ലാവർക്കും സാധ്യമാകണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ നോമ്പുകാലത്തെ വചനം ഒരു മഴ പോലെ ഞങ്ങളിൽ പെയ്തിറങ്ങണമേ. പുതുമഴ പെയ്തു കഴിയുമ്പോൾ ഉണങ്ങിക്കിടക്കുന്ന വിത്തുകളൊക്കെയും മുളപൊട്ടി പുറത്തു വരുന്നതുപോലെ വചനമെന്ന മഴയാൽ എൻ്റെ ഉള്ളിൽ ഉണങ്ങിക്കിടക്കുന്ന കൃപകളെയൊക്കെ ഒന്ന് മുളപ്പിക്കണമേ. മറിയെപ്പോലെ ജീവിതത്തിൽ നല്ല അംശം തിരഞ്ഞെടുക്കുവാനും നിന്റെ ശബ്ദം കേൾക്കുവാനും ദൈവഹിതം നിറവേറ്റുവാനുമുള്ള കൃപ അടിയങ്ങളിൽ പകരണമേ. ആമേൻ.